ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് സ്പെഷ്യൽ ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കെമിക്കൽ മെസ്സേജിംഗ് ആൻഡ് ഹോമിയോസ്റ്റാസിസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ രണ്ട് വീഡിയോയും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നും അറിയപ്പെടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറെ അധികം ഹോർമോണുകളുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഫസ്റ്റ് ലോബിലും ലാസ്റ്റ് ലോബിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലോബിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ. ട്രോപ്പിക് ഹോർമോൺസുകൾ എന്നുള്ള ഒരു പ്രത്യേകതരം ഹോർമോണുകളെയും ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ട്രോപ്പിക് ഹോർമോൺസുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകൾ പറയുന്ന വാക്കാണ് ട്രോപ്പിക് ഹോർമോൺസ്. ഫോർ എക്സാമ്പിൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, ഇതൊക്കെ ട്രോപ്പിക് ഹോർമോൺസുകളാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഡ്രീനലിന്റെ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനെ കൂട്ടുന്നത് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺസ്, ഗൊണാഡ്സ് എന്ന് പറയുന്നത് ടെസ്റ്റിസും ഓവറിയുമാണ്. ടെസ്റ്റിസിനെയും ഓവറിയെയും സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള സെക്സ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഹോർമോണുകളാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. അത് പല വിധത്തിലുണ്ട്, അത് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പഠിക്കാനില്ല. അപ്പൊ ഇതെല്ലാം ട്രോപ്പിക് ഹോർമോൺസുകളാണ്. പിന്നെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോട്ട് ഫിസിക്കൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ ഫിസിക്കൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോൺ ആന്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോലാക്റ്റിൻ ആണ്. പ്രോലാക്റ്റിൻ ഇത് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, മാമറി ഗ്ലാൻഡിനകത്ത് മിൽക്കിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ. ഇതില് ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഓവർ പ്രൊഡക്ഷനും കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ച് പഠിക്കണം. അവിടെ ചില ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രോയിങ് പീരീഡിൽ, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അബ്നോർമലായിട്ട് ഹൈ ആവും, പക്ഷെ പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് ആയിരിക്കും. എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നീളം വയ്ക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ഹൈറ്റ് ആവും. ഇറ്റ് ഈസ് കോൾഡ് ജൈജാൻറ്റിസം. ഈ ഡിസീസിനെ പറയുന്ന വാക്കാണ് ജൈജാൻറ്റിസം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ജൈജാൻറ്റിസം. പിന്നെ അതേപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് മറ്റൊരു ഫിഗറും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ജൈജാൻറ്റിസത്തിൻ്റെത്. അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ മറ്റൊരു ഫിഗർ ഡാർഫിസവും കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രോയിങ് പീരീഡിൽ സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡാർഫിസം എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകും. ഇത് ബോഡിയുടെ ഫിസിക്കൽ ഗ്രോത്ത് കുറയും. ഇതാണ് ഡാർഫിസം. രണ്ട് ഫിഗറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആഫ്റ്റർ ഗ്രോയിങ് പീരീഡ്, പ്രോപ്പറായിട്ട് ഗ്രോത്ത് നടന്നതിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിലോ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വളരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ജായുടെ ഭാഗം, ഫിംഗർ ടിപ്സ്, ജോയിൻസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരും. ശരിക്കും പറഞ്ഞാൽ മുഖാസ്ഥികളൊക്കെ വളർന്ന് വിരൂപമായിട്ട് ഒരു ഗൊറില്ല ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാകും. സോ ഇറ്റ് ഈസ് കാൾഡ് അക്രോമെഗലി. ആ ഡിസീസിനെ പറയുന്ന വാക്കാണ് അക്രോമെഗലി. നിങ്ങൾ ആ 3 ഡിസീസ് ഭംഗിയായിട്ട് പഠിച്ചോളണം. ഗ്രോയിങ് പീരീഡിൽ അല്ലെങ്കിൽ ചൈൽഡ് ഏജിൽ, ഇൻഫന്റ് സ്റ്റേജിലൊക്കെ സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ചൈൽഡ് ഏജിൽ ഗ്രോത്ത് പീരീഡിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ജൈജാൻറ്റിസം, ഗ്രോത്ത് പീരീഡിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡാർഫിസം, ആഫ്റ്റർ ഗ്രോയിങ് പീരീഡ്, ഗ്രോത്ത് കഴിയുന്ന പീരീഡിൽ വീണ്ടും കൂടുകയാണെന്നുണ്ടെങ്കിൽ അക്രോമെഗലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭംഗിയായിട്ട് പഠിക്കേണ്ട ഒരു പാർട്ടാണ്. ഇനി അതേപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ 2 ഹോർമോൺ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈപ്പോതലാമസിലെ ന്യൂറോ സെക്രീറ്ററി സെൽസിൽ നിന്നാണ്. ഇത് വന്ന് സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിലാണ്. അത് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബർത്ത് ഹോർമോൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. യൂട്രസിന്റെ സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്ത് ചൈൽഡ് ബർത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ.
അതുപോലെ തന്നെ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ കൂടെയുണ്ട്, അതായത് ലാക്ടേഷൻ. അവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിച്ചോളണം, മാമറി ഗ്ലാൻഡിൽ മിൽക്കിന്റെ ഫോർമേഷന് കാരണമായ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോലാക്റ്റിൻ. മിൽക്ക് ഇജക്ട് ചെയ്യുന്നതിന് ഫെസിലിറ്റേറ്റ് ലാക്ടേഷന് കാരണം എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ. ഇതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോണാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിന് മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഡൈയൂററ്റിക്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് യൂറിൻ പ്രൊഡക്ഷൻ. ഇത് യൂറിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്നും പറയും. നെഫ്രോണിൽ നിന്നും വാട്ടറിന്റെ റീഅബ്സോർപ്ഷന്റെ റേറ്റ് കൂട്ടി വാട്ടറിന്റെ ലെവൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ഇത് രണ്ട് ഹോർമോണും പോസ്റ്റീരിയർ ലോബിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന ഹോർമോണാണ്. അവിടെ സ്റ്റോർ ചെയ്തതിനു ശേഷം ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിന് ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ്. ഈ എല്ലാ ഹോർമോണുകളും അതിന്റെ ഫംഗ്ഷൻ വ്യക്തമായിട്ട് പഠിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ വാസോപ്രസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ബ്ലഡിൽ വാട്ടറിന്റെ ലെവല് കറക്റ്റ് ചെയ്ത് നിലനിർത്തുന്ന ഹോർമോൺ എന്ന് പറയുന്നത് വാസോപ്രസിൻ. അതായത് നോർമൽ ലെവൽ ഓഫ് വാട്ടർ ബ്ലഡിൽ ഉണ്ടെങ്കിൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കുറയും. എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ വാട്ടറിന്റെ ലെവൽ കുറയുകയാണെങ്കിൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. ബ്ലഡിൽ വാട്ടറിന്റെ ലെവൽ കുറയുകയാണെങ്കിൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? യൂറിനിലോട്ട് പോകേണ്ട വാട്ടറിന് കൂടെ നെഫ്രോണിലൂടെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലോട്ട് എടുക്കും. അപ്പോൾ പുറത്തോട്ട് പോകുന്ന യൂറിന്റെ അളവ് കുറയും. എന്നാൽ ബ്ലഡിൽ വാട്ടറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്താലോ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നെഫ്രോണിൽ നിന്നും വാട്ടറിന്റെ റീഅബ്സോർപ്ഷന്റെ റേറ്റും കുറയും. കൂടുതൽ വാട്ടർ യൂറിനിലൂടെ ലോസ്. അത് പ്രത്യേകിച്ച് ഓർമ്മിച്ചോളണം. ബ്ലഡിൽ വാട്ടറിന്റെ ലെവൽ കുറഞ്ഞാൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കൂടും. ബ്ലഡിൽ വാട്ടറിന്റെ ലെവൽ കൂടിയാൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കുറയും. എപ്പോഴാണ് കുറയുന്നതെന്നും കൂടുന്നതെന്ന് നിങ്ങൾക്കറിയാം. സമ്മർ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരീരം നല്ല ഭംഗിയായിട്ട് വിയർക്കുകയും ശരീരത്തിലൂടെ എക്സൈൽഡ് എയറിലൂടെയൊക്കെ ധാരാളം വാട്ടർ പുറത്തു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ വാട്ടറിന്റെ കണ്ടന്റ് കുറവായിരിക്കും ബ്ലഡിൽ. എന്നാൽ റെയിനി സീസണിലൊക്കെ ആണെന്നുണ്ടല്ലോ വേപ്പറായിട്ട് പോകാത്തത് കൊണ്ട് വാട്ടറിന്റെ കണ്ടന്റ് ബോഡിയിൽ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റെയിനി സീസണിൽ കൂടുതൽ യൂറിനേഷൻ ഉണ്ടാവും. വാട്ട് ഇസ് ദ റീസൺ? അതുപോലെ തന്നെ സമ്മർ സീസണിൽ യൂറിനേഷന്റെ അളവ് കുറവായിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ നല്ല ഭംഗിയായിട്ട് പഠിച്ചോളും. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഡിസീസ് കൂടെ പറയുന്നുണ്ട്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അതായത് വാസോപ്രസിന്റെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഫാൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ബ്ലഡിൽ ആവശ്യത്തിന് വാട്ടർ കാണുകയും ഇല്ല. ഈ അവസ്ഥയെ പറയുന്ന വാക്കാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസിന്റെ സിംറ്റംസ് വളരെ ഭംഗിയായിട്ട് പഠിച്ചോളണം. ഫ്രീക്വന്റ് യൂറിനേഷൻ, എക്സസീവ് തേഴ്സ്റ്റ്, ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ട്. ഡയബറ്റീസ് മെലിറ്റസിന്റെയും ഡയബറ്റീസ് ഇൻസിപ്പിഡസിന്റെയും സിംറ്റംസ് നമ്മൾ താരതമ്യപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡയബറ്റീസ് ഇൻസിപ്പിഡസും ഡയബറ്റീസ് മെലിറ്റസ്, അതായത് ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന ഡയബറ്റീസ്, അതാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, അത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതായത് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന ഡയബറ്റീസിന്റെ സിംറ്റത്തിൽ വരുന്നതാണ്. എന്നാൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസിലാണെന്നുണ്ടെങ്കിൽ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കാണില്ല. അത് നിങ്ങളൊന്ന് ഓർമ്മിച്ചോ. ഈ വീഡിയോയുടെ തീരുകയാണ്. ഇതിന്റെ അടുത്ത പാർട്ട് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇത് വേണം. ഇനി ഒരു വീഡിയോ